തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 കുടുംബത്തിലെ 4 പേരെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ചുട്ടുകൊന്നത്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, വധശിക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ. സംഗീത, ഏതായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. കൂട്ടക്കൊലപാതകമാണ് നടന്നത്. 4 പേരെ ചുട്ടുകൊന്ന ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി ഹമീദിനെ തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷാവിധി നടപ്പാക്കണമെന്നുള്ളത് കോടതി വിധിച്ചിരിക്കുന്നത്. അഡീഷണൽ സെഷൻസ് കോടതിയാണ്, തൊടുപുഴയിലെ കോടതിയാണ് ഇത്തരത്തിലുള്ള വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. 2022 മാർച്ച് 19 ഈ ക്രൂരമായ കൂട്ടക്കൊലപാതകം നടക്കുന്നത്. സ്വന്തം മകനായ മുഹമ്മദ് ഫൈസലിനെയും ഭാര്യ ഷീബേനെയും മക്കളായ 16 വയസ്സുകാരി മെഹറിൻ, 11 വയസ്സുകാരി അസ്ന എന്നിവരെയാണ് ഈ പ്രതി ഹമീദ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്, ചുട്ടുകൊന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ കുടുംബ തർക്കങ്ങൾ മാത്രമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ ആഹാരത്തിൻ്റെ പേരിലുണ്ടായിരുന്ന തർക്കങ്ങളുമൊക്കെയാണ് ഇതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. ഏതായാലും ആ വലിയ ക്രൂരമായ കൊലപാതകത്തിൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് സെഷൻസ് കോടതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിധിയാണ് ഇപ്പോൾ ഇവിടെ വിധി പ്രസ്താവമായി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രതി ഹമീദിനെ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയപ്പോൾ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ പ്രായാധിക്യമുണ്ട്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പ്രതി പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിക്രൂരമായ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം എന്ന നിലയിലാണ് ഈ കൊലപാതകത്തെ കാണേണ്ടത് എന്നുള്ളത് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. അതേ തുടർന്ന് ഇന്ന് ശിക്ഷാവിധിക്കായി 2 മണിക്ക് കോടതി ചേരുമ്പോൾ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ തൊടുപുഴ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളത്. പ്രതി ഹമീദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൽ വളരെ കൃത്യമായ ഒരു കേസന്വേഷണവും തുടർന്നുള്ള പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ നിരത്തലുമൊക്കെ കൃത്യമായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം അന്ന് രാത്രി, അതായത് മാർച്ച് 2022 മാർച്ച് 19 രാത്രിയിലാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. ആ വീട്ടിൽ പെട്രോൾ വീടിനുള്ളിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇരുവരും ഈ 4 പേരും ഒരു മുറിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്കാണ് പെട്രോൾ കുപ്പിയിലാക്കി നിറച്ച് എറിഞ്ഞ് കത്തിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു സാക്ഷിമൊഴി ഉണ്ടായിരുന്നത്. പ്രധാന സാക്ഷിയായിട്ടുണ്ടായിരുന്നത് അയൽവാസിയായ ഒരാളാണ്. ആ പ്രധാന സാക്ഷിയുടെ ഈ കേസിന് മൊഴി വലിയ ബലമേകി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതാണ്ട് 73 സാക്ഷികളെ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾ മാത്രമാണ് കൂറുമാറിയത്. ആ കൂറുമാറിയത് ഹമീദിൻ്റെ ബന്ധുവായിരുന്ന ഒരു സാക്ഷിയാണ്. ഏതായാലും കേസിൻ്റെ നടത്തിപ്പ് വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കൊണ്ടുപോയി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു വിധി പ്രസ്താവം അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രതി ഹമീദിൻ്റെ ഏതാണ്ട് 76 വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത്. ആ പ്രായാധിക്യം കണക്കാക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചതെങ്കിലും പക്ഷേ അത് കോടതി കണക്കാക്കിയിട്ടില്ല. വധശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഹമീദിന് നൽകിയിട്ടുള്ളത്. ഈ വധശിക്ഷയ്ക്ക് എതിരെ അല്ലെങ്കിൽ ഇതിന് ഹൈക്കോടതിയിൽ റിട്ട് അല്ലെങ്കിൽ കൂടുതൽ അപ്പീലിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കും. വിധിയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. സംഗീത, ശരി ആൽവിന മുറയ്ക്ക് വീണ്ടും തിരികെ എത്താം. തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുത്തുന്നത്. ആൽവിൻ തോമസ് ആണ് കോടതി വളപ്പിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.